പ്രിയങ്കരനായ CMN ട്രസ്റ്റിൻ്റെ ചെയർമാൻ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും നമ്മുടെ എല്ലാവരുടെയും ഒരു വളരെ വേണ്ടപ്പെട്ട വ്യക്തിയുമായ ശ്രീ പമ്പ വാസൻ നായർ, വേദിയിലെ നമ്മുടെ പ്രിയങ്കരനായ ഏറ്റവും നല്ല മിടുക്കനായിട്ടുള്ള സബ് കളക്ടർ ഡോക്ടർ മിഥുൻ, പ്രിയപ്പെട്ട ഷൊർണൂർ DYSP ശ്രീ മനോജ് കുമാർ, സദസ്സിലുള്ള ബഹുമാന്യ വ്യക്തികൾ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് താങ്കൾക്ക് ലഭിക്കുന്ന വീടിൻ്റെ താക്കോൽ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന കുടുംബാംഗങ്ങൾ, വീട് നിർമ്മാണത്തിനാവശ്യമായ MOU സൈൻ ചെയ്യുന്ന 6 മറ്റു കുടുംബാംഗങ്ങൾ, ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ, പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, CMN ട്രസ്റ്റിൻ്റെ ചന്ദ്രമ മാധവൻ നായർ ട്രസ്റ്റിൻ്റെ 2ാമത്തെ പരിപാടിയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ തവണയും താക്കോൽ ദാന ചടങ്ങിൽ ഞാൻ എത്തിയിരുന്നു, അല്പം വൈകിയാണെന്ന് മാത്രം. അപ്പോൾ എന്നോട് എപ്പോഴും പറയും സമയത്ത് കൃത്യത പാലിച്ച് വരണം. അങ്ങനെയാണ് ഇന്ന് കൃത്യം 5 മണിക്ക് 5:30-ക്കുള്ളിൽ എത്തണമെന്ന് പറഞ്ഞാൽ എത്തിയത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങളുള്ളതുകൊണ്ട് പലപ്പോഴും വൈകാറുണ്ട്. പക്ഷെ ഇദ്ദേഹം സമയത്തിൻ്റെ കാര്യത്തിലും വളരെ കൃത്യതയുള്ള ആളാണ്. ബഹ്റൈനിൽ പോയപ്പോഴും അപ്പോയിൻമെൻറ്റ് ഡേറ്റ് സമയം വീണ്ടും ഓർമ്മിപ്പിച്ച് മെസ്സേജ് അയക്കും. കാരണം എല്ലാവർക്കും എല്ലാ തിരക്കും ഉണ്ടാവും, ആർക്കും ആരെയും കാത്ത് ഒരുപാട് സമയം കളയാൻ കഴിയില്ല. അപ്പോൾ സമയത്തിൻ്റെ ഒരു വില അദ്ദേഹം അന്ന് അവിടെ വച്ച് എന്നോട് സംസാരിക്കുന്നു. നമുക്ക് അങ്ങനെ ഒരു കൃത്യത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. പാരമ്പര്യവും പൈതൃകവും ഒക്കെയുള്ള ഒരുപാട് പേരെ നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട്. അവർ വ്യത്യസ്ത തുറകളിൽ മേഖലകളിലൊക്കെ നല്ല കഴിവും പ്രാപ്തിയും ഒക്കെ പ്രകടിപ്പിച്ചിട്ടുള്ള ആൾക്കാർ, ഉന്നതരായിട്ടുള്ള നിരവധി പേരുണ്ട്, കഴിവ് കൊണ്ടും അവരുടെ ജീവിതം കൊണ്ടും ഒക്കെ. പക്ഷേ ഒരു മനുഷ്യസ്നേഹിയാകുക എന്ന് വെച്ചാൽ കുറച്ച് പ്രയാസമുള്ള കാര്യം. നമുക്ക് കഷ്ടപ്പെടാം, അധ്വാനിക്കാം, ധാരാളം സ്വത്ത് സമ്പാദിക്കാം, നമുക്ക് സുഖമായിട്ട് ജീവിക്കാം, അടുത്ത എത്രയോ തലമുറകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കരുതി വെക്കാം, അതെല്ലാം ശരിയാണ്. പക്ഷെ സമൂഹ ജീവിയാകുക എന്നുള്ളത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ലോകത്തെല്ലാവരും മനുഷ്യരാണ്. ഏത് വൻകരയിലുള്ളതും മനുഷ്യരാണ്. ആഫ്രിക്കയിലുള്ളവരും മനുഷ്യരാണ്, ഏഷ്യയിലുള്ളവരും മനുഷ്യരാണ്, ഇന്ത്യയിലുള്ളവരും മനുഷ്യരാണ്. മനുഷ്യരെന്ന് പൊതുവായിട്ട് വിളിക്കുന്നത്. പക്ഷെ യഥാർത്ഥ മനുഷ്യരെന്ന് പറയുന്നത് എന്താണ്? മനുഷ്യത്വമുള്ളവരാണ്. എന്താണ് മനുഷ്യത്വം? നമുക്ക് മനുഷ്യന് മറ്റുള്ള ജീവികളെക്കാൾ കൂടുതൽ നമുക്കുള്ള കഴിവുകൾ എന്താണ്? സഹജീവികളോട് അല്ലെങ്കിൽ സഹപ്രവർത്തകരോട് അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറാൻ കഴിയും. മനുഷ്യന് മാത്രമാണ് ആത്യന്തികമായി അങ്ങനെ സ്നേഹത്തോടു കൂടി പെരുമാറാൻ കഴിയും. നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ കഴിയുക. സ്നേഹവും സൗഹൃദം കൊണ്ടെല്ലാം തീരൂ. നമുക്ക് എന്ത് വേണം? കരുണ ഉണ്ടായിരിക്കണം. കരുണ ട്രസ്റ്റിൻ്റെ അവാർഡാണല്ലോ, KR നാരായണൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡാണ് പമ്പ വാസൻജിക്ക് നേരത്തെ കിട്ടിയത്. അപ്പോൾ കരുണ ഉണ്ടായാൽ മാത്രം പോരാ, സഹാനുഭൂതി ഉണ്ടാകണം. ആശ്വാസ വാക്കുകൾ നൽകിയ പോരാ, പ്രവൃത്തിയിലൂടെ നടപ്പിലാക്കണം. ആശ്വാസ വാക്ക് നൽകാൻ എല്ലാവർക്കും കഴിയും. എന്താ സാരമില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിയും. പക്ഷേ അതിന് പരിഹാരം ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിയുമോ? അപ്പോൾ സ്നേഹിച്ചാൽ പോരാ, സൗഹൃദം ഉണ്ടായാൽ പോരാ, ആളുകളോട് ബഹുമാനം പ്രകടിപ്പിച്ചാൽ പോരാ, മനസ്സ് ആർദ്രമായിരിക്കണം മനുഷ്യൻ്റെ. ആർദ്രമായ മനുഷ്യൻ്റെ ആ ഒരു പ്രകടനത്തെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ഒരുപാട് സ്വത്ത് സമ്പാദിച്ചവരുണ്ട്, ഒന്നുമില്ലാത്തവരുണ്ട്, എല്ലാവരും മനുഷ്യരാണ്. മഹാത്മാഗാന്ധി പറഞ്ഞു പല ഭാഷയിലും സംസാരിക്കാൻ അറിയുന്നവരുണ്ട്, പല സംസ്കാരവുമുണ്ട്, പല രാജ്യമുണ്ട്, പല നിറമുണ്ട്, എല്ലാം മനുഷ്യരാണ്. പക്ഷേ സ്നേഹവും സൗഹാർദ്ദം പ്രകടിപ്പിക്കാൻ, കരുണയും സഹാനുഭൂതിയോടുകൂടിയും പ്രവർത്തിക്കാൻ കഴിയുന്ന ആർദ്രമായ മനസ്സിന് ഉടമകളെയാണ് മനുഷ്യത്വമുള്ളവരെന്ന് പറയാം. ഒരു മനുഷ്യൻ എത്ര പെട്ടെന്ന് ആ മൃഗത്തിൻ്റെ സ്വഭാവമാണെന്ന് പറയാൻ കഴിയില്ല. എപ്പോഴാണ് താളം തെറ്റ് ജീവിതത്തിൻ്റെ എന്ന് പറയാൻ കഴിയില്ല.
അപ്പം മനുഷ്യ സ്വഭാവത്തോടുകൂടി നമ്മളെല്ലാവരും കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സമാധാനം, നമുക്കുണ്ടാകുന്ന സുരക്ഷിതത്വം എത്രയായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കണം. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇവിടെ എല്ലാവർക്കും ടൈം ലിമിറ്റ് ഇവിടെ നേരത്തെ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ കുറിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ പ്രസംഗിക്കുന്നില്ല. കൊല്ലത്ത് ഒരാശുപത്രിയിലുണ്ടായ അതിദാരുണമായ സംഭവം എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഓർമ്മിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ വരും. ഒരു ഡോക്ടർ, യുവതിയായ ഡോക്ടർ, ഇവിടെ നമ്മുടെ സബ് കളക്ടറിൻ്റെ ഫാമിലി കൂടുതൽ പേരും ഡോക്ടർമാരാന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് അത് ഓർമ്മ വന്നു. കൊല്ലത്താണ് ഒരു പബ്ലിക് ആശുപത്രി. ഒരു ദിവസം രാവിലെ ഒരു പേഷ്യൻ്റ് വരികയാണ്. പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്നത് 2 പോലീസാണ്. പോലീസ് ബന്ദോബസ്തിലാണ് പരിശോധിക്കാൻ കൊണ്ടുവരുന്നത്. പരിശോധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ യുവതിയായ ഡോക്ടർ, അധികമായിട്ടില്ല, അവരുടെ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, വളരെ കഷ്ടപ്പെട്ട് പഠിച്ച പാവപ്പെട്ട ഒരു വീട്ടിലെ MBBS കഴിഞ്ഞൊരു കുട്ടിയാണ്. ആ കുട്ടി ഡോക്ടറായിട്ടാണ് പരിശോധന നടക്കുന്നത്. പോലീസ് സാന്നിധ്യത്തിലാണ്. നിങ്ങൾ ആലോചിക്കുക. പൊടുന്നനെ ആ മേശപ്പുറത്തിരുന്ന കത്രിക എടുത്ത് ഈ പേഷ്യൻ്റ് എന്നിട്ടുള്ള വ്യക്തി തലങ്ങും വിലങ്ങും കുത്തുകയാണ്. പോലീസിനെയും കുത്തി, ഡോക്ടറെയും കുത്തി, ചോര ചീറ്റി ഒഴുകി താഴെ പെടഞ്ഞു വീണ് രോഗികളെ രക്ഷിക്കേണ്ട, ജീവൻ രക്ഷിക്കേണ്ട ആശുപത്രിയിലെ അതിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ പെടഞ്ഞു വീണ് സെക്കൻഡുകൾക്കുള്ളിൽ മരണപ്പെടുകയാണ്. അവർക്ക് ചികിത്സ കൊടുക്കാൻ പോലും കഴിഞ്ഞില്ല. പെട്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഫ്ലാഷ് ന്യൂസായിട്ട് വന്നത്. പലരും പല ഊഹാപോഹവും പല ചാനലുകാരും പറഞ്ഞു. അപ്പം ആരായിരുന്നു ഈ പ്രതി നോക്കുമ്പോൾ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അധ്യാപകൻ എന്ന് വെച്ചാൽ ആരാണ്? നല്ല വിദ്യാഭ്യാസമുള്ള ആൾ, നല്ല വിവേകമുള്ള ആൾ, ഒരുപാട് തലമുറയെ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അവരുടെയൊക്കെ ജീവിതം കരുപിടിപ്പിക്കേണ്ട ആളാണ്, മാർഗനിർദ്ദേശിയാണ്, അല്ലേ? ആ അധ്യാപകൻ എങ്ങനെ ഒരു ഡോക്ടറെ മുൻപരിചയമുണ്ടോ? ഇല്ല. നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. വല്ല വൈരാഗ്യമുണ്ടോ? ഒന്നുമില്ല. എന്താ സംഭവിച്ചത്? പോലീസാണ് കൂടെ കൊണ്ടിരിക്കുന്നത്. ആൾ മാനസിക വിഭ്രാന്തിയുള്ള ആളായിരുന്നു. എങ്ങനെയാണ് മാനസിക വിഭ്രാന്തി? സ്വാഭാവികമായിട്ടും സംഭവിക്കാം പലരും. പക്ഷെ എന്താ കാരണം? പിന്നീടാണ് അന്വേഷിച്ചപ്പോൾ അറിയുന്നത് അദ്ദേഹം കുറച്ച് കാലങ്ങളായിട്ട് മയക്കുമരുന്നിന് അടിമയാണ്. കണ്ടാൽ ആരെയും ആക്രമിക്കും. ആ ആക്രമം പേടിച്ചാണ് പോലീസ് ആളെ ആശുപത്രിയിലേക്ക് പരിശോധനയ്ക്ക് കൊണ്ടുവന്നു. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ നല്ല വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് വിവേകം ഉണ്ടാകണമെന്നുണ്ടോ? നല്ല ഉയർന്ന ഉദ്യോഗം കിട്ടിയതുകൊണ്ട് മനുഷ്യനായിക്കൊള്ളുന്നുണ്ടോ? നല്ല പണം സമ്പാദിച്ചുകൊണ്ട് പമ്പാവാസിന് മാനസികമായിട്ടുള്ള ഗുണം ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ? അയാൾക്ക് വിശാലമായ കാഴ്ചപ്പാട് ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ? നല്ല വീടൊക്കെ പണിത് നല്ല സുഖമായിട്ട് എയർ കണ്ടീഷനൊക്കെ ചെയ്തു. എയർ കണ്ടീഷൻ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. എല്ലാം സുഖമായിട്ട് ജീവിച്ചാൽ ആരെ ചോദിക്കാൻ പോകുന്നത്? നിയമാനുസൃതം നല്ല കഠിനാധ്വാനം നടത്തി കിട്ടിയ സമ്പാദ്യമാണ്. ആരുടെ ഔദാര്യമല്ല. അത് കാരണം അദ്ദേഹം പ്യുവർലി ഓരോ സ്റ്റേറ്റിലും ഓരോ രാജ്യത്തും ചെയ്യുന്ന ബിസിനസ് വളരെ സുതാര്യം. ഒരുപാട് ബിസിനസ്സുകാരുണ്ട്, പല രീതിയിലും പണം ഉണ്ടാക്കിയവരുണ്ട്. പക്ഷേ ഓരോ രാജ്യത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, അദ്ദേഹം സുതാര്യമായ രീതിയിലാണ് അദ്ദേഹം വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി, കഠിനമായ പ്രയത്നം, നല്ല വിദ്യാഭ്യാസം, മറ്റുള്ളവരുമായിട്ടുള്ള പെരുമാറ്റം, എല്ലാ രീതിയും ഒരാളെ സക്സസ് ആകണമെങ്കിൽ വിദ്യാഭ്യാസം മാത്രം കൊണ്ടുണ്ടാകില്ല. അപ്പോൾ എല്ലാം കൂടെ ഒത്തിളങ്ങി വരുമ്പോൾ അതിനുള്ള പാരമ്പര്യം അച്ഛനും അമ്മയിൽ നിന്ന് കിട്ടുമ്പോൾ അതിന് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ വളർന്ന് വലുതാവുമ്പോഴാണ് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവുക? മനസ്സ് വിശാലമാകുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊക്കെ സ്വാർത്ഥ താല്പര്യം, അതിന് അടിമകളായി മദ്യം, മയക്കുമരുന്ന്, എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ ലഭിക്കുമോ അതിൻ്റെയൊക്കെ വഴിവിട്ടു പോകുന്ന ഭരണകർത്താക്കൾ, രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥന്മാർ, സമൂഹത്തിലെ പല പ്രമുഖരും അങ്ങനെ പോകുമ്പോൾ ഉണ്ടാവും DYSP മനോജിന് ഉറക്കമില്ലാത്ത ജോലികൾ സംഭാവന. അതല്ലേ അവസാനം സംഭവിക്കുന്നത്? അപ്പോൾ പോലീസുകാരെ കുത്തിയ അധ്യാപകൻ. അപ്പോൾ മനുഷ്യൻ എത്ര വലുതായിട്ടും കാര്യമില്ല, എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല, മനുഷ്യനായിട്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആ മനുഷ്യ ജീവിതത്തിന് അർത്ഥതലങ്ങൾ ഉണ്ടാകുകയുള്ളൂ, അല്ലേ? നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് ഇപ്പോഴത്തെ ജീവിതം. പലരോടും ചോദിച്ചറിയാം, എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. അമ്മ എന്തിനാ പണിക്ക് പോകണം ഈ സമയത്ത്? മോനെ, എൻ്റെ പേരക്കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട്. 70 വയസ്സ് കഴിഞ്ഞ് കണ്ണൊക്കെ ഉള്ളിൽ പോയി സ്കിന്നൊക്കെ ചുക്കി ചുളിഞ്ഞ ഒരു അമ്മേനെ, തൊഴിലുറപ്പ് തൊഴിലാളിയെ ഞാൻ വഴി വെച്ച് കുറേ പേരുണ്ടപ്പോൾ സൗഹാർദ്ദത്തിന് വേണ്ടി കണ്ട്. അപ്പോൾ ഏറ്റവും വയസ്സായ ആളെ നോക്കിയപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ മര്യാദയ്ക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ, എന്തേ അമ്മ ഈ പ്രായത്തിൽ ഇങ്ങനെ ഈ ജോലിക്ക് വരുന്നു ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു,
അതിന് സംസാരിക്കാൻ പറ്റുന്നില്ല, കണ്ണിൽ വെള്ളം നിറയുന്നുണ്ട്, കണ്ണീരൊന്നും വരുന്നില്ല. അപ്പോൾ അടുത്തുള്ളവരെ കൂടി സമാധാനപ്പെടുത്തിയിരുന്ന് പറഞ്ഞു, അമ്മയുടെ മകള് പിന്നെ 2 മക്കളുണ്ടായിരുന്നു, ഭർത്താവ് ഉപേക്ഷിച്ചു പോയി ഈ 2 കുട്ടികളെ. മകൾക്ക് അസുഖം ബാധിച്ച് മകൾ മരിച്ചു. പിന്നെയുള്ള 2 പേരക്കുട്ടികളാണ്, സ്കൂളിൽ പഠിക്കുക, വേറെ ആരും നോക്കാനില്ല. അമ്മ എന്തു ചെയ്യും? വയസ്സായ അമ്മയാണ്. അവർ തൊഴിലുറപ്പ് തൊഴിലിൽ ചേർന്ന് പഞ്ചായത്ത് പണി കൊണ്ട് പോവാണ്. അപ്പോൾ അവർ പറഞ്ഞെന്തരാ, അവർക്ക് ചികിത്സയ്ക്കോ മരുന്നിനോ സുഖത്തിനോ ജീവിക്കാനോ അല്ല, മോനെ എൻ്റെ പേരക്കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാനീ പറഞ്ഞത്. 42 ഡിഗ്രി സെൽഷ്യസ് ചൂടില്ല, പൂക്കോട്ടുകാവ് വെച്ചാണ് ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് ഞാൻ ഇവരെ കാണുന്നത്. അങ്ങനെ എത്ര അമ്മമാരുടെ നാടാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ്, അടുത്ത തലമുറയ്ക്ക് വേണ്ടി ജീവിക്കുകയാണ്. അപ്പോൾ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അതിയായ ആഗ്രഹം. പെൺകുട്ടികൾ, ഇപ്പോൾ ഞാനിവിടെ കണ്ട ആ വിഷ്വലിൽ 2-3 പെൺകുട്ടികളെ ഒരു കൂരയ്ക്ക് കീഴിൽ സംരക്ഷിക്കാൻ പ്രയാസപ്പെടുന്നൊരു ഫാമിലിയെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ആലോചിച്ച് ആ അച്ഛനമ്മയൊന്നും ഉറങ്ങിയിട്ടുണ്ടാകില്ല. അപ്പോൾ എത്രയോ പേരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അതിന് ഒരു മാതൃകയാണ് CMN ട്രസ്റ്റ് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. വിശാലമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് നന്മ ചെയ്യണമെങ്കിൽ അത് ഒരുപാടൊന്നും വേണ്ട, അല്ലേ? ഒരു കുടുംബത്തെ, ഒരു വ്യക്തിയെ സഹായിക്കാനുള്ള മനസ്സുണ്ടായെങ്കിൽ അത് ദൈവാനുഗ്രഹമാണ്. സത്യത്തിൽ പമ്പ വാസൻ നായരുടെ അദ്ദേഹം ഒരു ഉന്നതനായ ആളാണെന്നോ അല്ലെങ്കിൽ എനിക്ക് വലിയ സാമ്രാജ്യത്വമുള്ള ആളാണെന്നോ ഒന്നും കണക്കാക്കാതെ ഏറ്റവും സമൂഹത്തിലെ പാവപ്പെട്ടവരെ തിരഞ്ഞെടുക്കണം, അത് അർഹരായവർക്ക് കൊടുക്കണം. ആർക്കെങ്കിലും അദ്ദേഹത്തിന് വേണ്ട